നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഞായറാഴ്ച നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ദിവസമാണ്. നിങ്ങളെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. മിഷ്ടു നമ്മളൊപ്പമുണ്ട്. സർ, ആദ്യത്തെ ചോദ്യം, മാർക്കറ്റ് ഇന്നും എത്രയാണ് വീഴാൻ ചാൻസ് ഇരിക്കുന്നു? ഒരാഴ്ച നോക്കിയാൽ ഒരുമാതിരി കൺസിഡറേഷൻ റേഞ്ചിലിരിക്കുന്ന സ്റ്റോക്കൊക്കെ കൺസിഡർ ചെയ്യാമോ എന്നോ ഒരു തോട്ട് ഇരിക്കുന്നു. ഡെഫിനറ്റ് ആയിട്ട് എന്താ ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ബഡ്ജറ്റ് വരാൻ പോകുന്നു. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ ഇവന്റ് ആണ്. ബഡ്ജറ്റിന്റെ മുമ്പേ തന്നെ എല്ലാം വന്നു. വലിയ ടാക്സ് കട്ട് GST ആണ്. സോ കോൾ ടാക്സ് കട്ട് പറഞ്ഞായിരുന്നു. നമ്മളെ സ്ഥലങ്ങളിൽ ഇപ്പോൾ 10 വർഷമായിട്ട് ഒരു റൂള്, ബഡ്ജറ്റിൽ ഒന്നും നടക്കത്തില്ല, എല്ലാം ബഡ്ജറ്റിന് വെളിയിൽ തന്നെ നടക്കും. എല്ലാത്തിനും ഞങ്ങൾ അനക്ഷറിൽ തന്നെ നോക്കണം. അനക്ഷറിൽ നോക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീ ബി കൊടുക്കണമെങ്കിൽ ബഡ്ജറ്റിൻ്റെ അകത്തേ നോക്കണം. ഇത് ഞങ്ങൾ August 15th നോക്കി സർ. അതേമാതിരി തന്നെ അതിൽ അനൗൺസ് ചെയ്യണം. അപ്പോൾ January 26 എന്തെങ്കിലും ഇതിൽ നോക്കാമോ സർ? അത് വന്നിട്ട് പ്രസിഡന്റ് അല്ലേ സംസാരിക്കും. ഒന്നും വരത്തില്ല. ആ അമ്മ സംസാരിക്കുന്ന കാരണം ഒന്നും വരില്ല. അവർ സംസാരിച്ചാൽ തന്നെ വരും. 26 വന്നിട്ട് ഹെഡ് ഓഫ് സ്റ്റേറ്റിൻ്റെ വേലയാണ്, അതായത് പ്രസിഡന്റിൻ്റെ ജോലി. ഇത് കാരണം ഒന്നും വരത്തില്ല. ഇതെല്ലാം ബഡ്ജറ്റ് ദിവസം വന്ന് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ആവും. അതൊക്കെ ആ കാലമാണ്. ഇപ്പോൾ മാർക്കറ്റ് ഈസ് ഹെഡിങ് ഡൗൺവേർഡ്. എന്തെന്ന് വെച്ചാൽ ഗ്ലോബൽ മാർക്കറ്റ്സ് ആൾസോ ഹെഡിങ് ഡൗൺവേർഡ്. നമ്മളെ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഏർണിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കണം. ഏർണിങ്സ് കൈ കൊടുക്കുന്നില്ല എന്നത് ക്ലിയർ ആയിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റും ധർമാടിയാണ്. ഇപ്പോൾ DLF വന്നിട്ട് 52 വീക്ക് ലോ എന്ന് നോക്കിയായിരുന്നു. ഞാൻ ധൈര്യമായിട്ട് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ ഞാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നില്ല. ആൾക്കാഫ് DLF നോക്കിയെങ്കിൽ 2008 2009 ആയിരുന്നു. January 11, 2008 സർ. അതിലിരുന്ന് ഇന്നും വന്നില്ല. 2008 January 11 ഒരു പീക്ക് തൊട്ടിരിക്കുന്നു. ഇതുവരെ അത് തൊട്ടിട്ടില്ല. എത്ര വർഷമായി? ഒരു 17 വർഷം ആയിരിക്കുന്നു സർ. ആണ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനി. ഇപ്പോൾ വന്നിട്ട് 52 വീക്ക് ലോ ആണ്. 20 വർഷത്തിന് കംഫർട്ടബിളായിട്ട് ഇത് തൊടത്തില്ല. ഇപ്പോൾ ഇരിക്കുന്ന റിയാലിറ്റി, വീട് വാങ്ങണം എന്ന് വിചാരിക്കുന്നവർക്ക് ഇതാണ് റിയാലിറ്റി. വീട് വാങ്ങണം എന്നുള്ളവർക്കും അത് സംബന്ധമായിട്ടുള്ള സ്റ്റോക്കിൽ ഇട്ടവർക്കും ഇതാണ് റിയാലിറ്റി. റൈറ്റാ. ഇത് ആദ്യത്തെ സ്റ്റേജാണ്. അത് മാർക്കറ്റ് വന്നിട്ട് ഈ ആഴ്ചയിൽ 92 ടച്ച് ആവും. ഡോളർ INR INR 92. സെഞ്ചുറി നിക്ഷയം 120 ലക്ഷം. സെഞ്ചുറി നിക്ഷയത്തിന് ഇന്നും ഒരു സിംഗിൾ അടിക്കും. $10 ബില്യൺ വിറ്റ് 91 കൊണ്ടുപോകണം. സോ ഇത് രണ്ടാമത് കാര്യം. ഇത് കാരണം വെളിനാട്ടിലിരുന്ന് ആരും കാശിനെ കൊണ്ടുവരില്ല. മ്യൂച്വൽ ഫണ്ടിൽ 20 മാസമായിട്ട് റിട്ടേൺ ഇല്ല. ജനുവരി മാസത്തിൽ ചെന്ന 500-600 സ്റ്റോക്ക് 10 മാസത്തിൽ വിളിഞ്ഞിരിക്കുന്നു. ഇത് ഒന്ന് എടുത്തു വച്ചിരിക്കുന്നു ഞാൻ. ഒരാളെ നോക്കുമ്പോൾ സ്മാൾ ക്യാപ്പിലൊക്കെ അടി മരണ അടിയാണ്. മൈക്രോ ക്യാപ്, സ്മോൾ ക്യാപ്സ് കൂടെ പ്രശ്നമില്ലെന്നൊക്കെയാണ് സർ. സൂപ്പർ മിനി എന്തെങ്കിലും പേര് കിട്ടോ, ഭയങ്കര അടി. അതന്നെ സർ, അടി തന്നെ. ഇത് ലാർജ് ക്യാപ്സ് എന്തോ 11%. അതിന് വേണമെങ്കിൽ ഞാൻ 2 പേര് പറയാം, എടുത്തോ. സുഖമായി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്നും പറയാൻ പറ്റൂല. നമ്മൾ എല്ലാം ലാർജ് ക്യാപ്പിൽ വച്ചില്ലല്ലോ സർ. അപ്പം ഇതിനകത്ത് ഞാൻ എന്ത് പറയണമെന്നാൽ, ആഴ്ചയിൽ ഒരേ ഒരു സ്റ്റോക്ക് തന്നെ സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. ഡോക്ടർ റെഡ്ഡിയാണ്. അത് നമ്മൾ ഒരുപാട് ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഏർണിങ്സും നെഗറ്റീവാണ്. സിപ്ല 57% ഡൗൺ ആണ്. ഈ ലേബർ കോഡ് കാരണം ഈ ചെലവൊക്കെ കൂടുതലാകുമെന്ന് പറയുന്നു സർ. അങ്ങനെ ആയിരിക്കുന്നു. എങ്കിലും ഒന്ന് പറയും, മാർച്ചിലൊരു റീസൺ പറയും. ഇതുവരെയ്ക്കും വലുതായിട്ട് ഒന്നും റിസൾട്ട് ഇല്ല സർ. ഇപ്പോൾ ഈ ഡോക്ടർ റെഡ്ഡി ഇതുപോലത്തെ കമ്പനീസ് ഒക്കെ വന്ന് ദേ ഹാവ് ഡോളർ ഏർണിങ്സ്. ഇതന്നെ സർ മുഖ്യ കാരണം. അത് ഡോളർ ഏർണിങ്സ് ഇരിക്കുന്ന കമ്പനി ഇങ്ങനെ ഇരിക്കുന്നു എന്നാൽ അതാണെങ്കിൽ ഇല്ലാത്ത കമ്പനിയുടെ ഗതിയൊക്കെ എങ്ങനെ ഇരിക്കും? ഗോൾഡ് തന്നെ ഡോളർ സ്ട്രെങ്തൻ ആകുന്നു, റുപ്പി ഡിപ്രീഷിയേറ്റ് ആകുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ ഗോൾഡ് ഇൻക്രീസ് ആകും എന്ന് പറയുമ്പോൾ ഡോക്ടർ റെഡ്ഡിയെ കമ്പയർ ചെയ്യുമ്പോൾ ഗോൾഡ് സേഫർ ബെറ്റ് പോലെ അല്ലേ സർ തോന്നുന്നു? സർ അത് കറക്റ്റ് ആണോ സർ? അല്ല. എന്ത് പറയുന്നു എന്നാൽ ഇത് തരുമാ എന്ന് നിങ്ങൾ ചോദിക്കരുത്. ഹൈ ക്വാളിറ്റി കമ്പനീസ് will always beat gold over 10 years. ആ 10 വർഷം നിങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റുമോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. 10 വർഷത്തിൽ മാർക്കറ്റ് എവിടെ വേണമെങ്കിലും പോവാം. സോ ക്വാളിറ്റി സ്റ്റോക്ക് പിക്കിംഗ് ആണ് സ്കില്ല്.
അടുത്തത് വന്നിട്ട് ഫെഡറൽ ബാങ്ക് ബ്രോക്കറേജസ് ഒക്കെ നോക്കുമ്പോൾ കുതിര വന്നിട്ട് ലായത്തിന് വിട്ട് ഓടിപ്പോയതിന്റെ ശേഷമാണ് കുതിരയെ പിടിക്കാമോ എന്ന് നിങ്ങൾ നോക്കും. ലായത്തിലിരുന്ന കുതിരയെ നിങ്ങൾ വിട്ടു, 0.4 0.5 റേഞ്ചിൽ ഇരുന്നപ്പോൾ ആരും അപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ 1.8 രൂപ ബുക്ക് അപ്പം ഇരിക്കുന്നു. നിങ്ങൾ സംസാരിക്കും. അതാ ബ്രോക്കർ. 0.4 0.5 സംതിങ് എന്ന് പറഞ്ഞു. 70s 80s എന്ന് പറഞ്ഞു തോന്നുന്നു സാർ. 70 rupees 80 rupees എന്തായിരിക്കും സാർ? ഇതിപ്പോ അറൗണ്ട് 170 180 ഇരിക്കും സാർ. മേ ബി ആ പ്രൈസ് കൂടെ വേണ്ട. പ്രൈസ് ടു ബുക്ക് വന്നിട്ട് ഇപ്പോൾ 1.8 സാർ. അപ്രോക്സിമേറ്റ്ലി 1.8 സാർ. ഇത് എവിടെയോ കേട്ടതാണ്. ഞാൻ അന്ന് കൺസിഡർ ചെയ്തിരുന്നത് ഇത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് സാർ. പിന്നെ ഡിവിഡൻഡും ഉണ്ട് ഇതിന്. വേറെ ഒരു പീപ്പിളിന്റെ മൈൻഡ് സാർ ഞങ്ങൾ ഡിവിഡൻഡിനെ കണക്കിലെടുക്കുന്നതേ അത് അല്ല സാർ. നിങ്ങളെ തെറ്റാണ്. വന്നിട്ട് ഞങ്ങൾ ക്വിക്ക് കോമേഴ്സ് FMCGയിലൊക്കെ പ്രോഫിറ്റ് ചെയ്തു ഈ നന്നാ പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് എന്ന് പറയുന്നു. ചിമ്മിണി പറയുന്നത് പോലെ കക്ഷിയിൽ നന്നായിരിക്കുന്നു. ഭലേ നിങ്ങൾ IPO ഇട്, ഞാൻ നോക്കാം. അപ്പോൾ ഇത് IPOന്റെ ടാക്ടിക്സാ സാർ. ആക്കുന്ന ആദ്യം കേട്ട് പിന്നെ നോക്കാം അത് അടുത്ത. ഒരാൾ 5 വർഷത്തിന് മുമ്പ് സീറോ ഡെറ്റ് കമ്പനി എന്ന് പറഞ്ഞു. പറഞ്ഞാ ഇല്ല പറഞ്ഞു. നല്ല ഓർമ്മ സീറോ ഉണ്ട്. ഡെറ്റ് ആയ ഇല്ല ആയില്ല. AGMൽ തന്നെ ടാറ്റ പറഞ്ഞു സാർ. സ്റ്റീലിൻ്റെതായ ഇല്ല. ടാറ്റ മോട്ടാസ്. അതാണ് ഡിഫറൻസ്. ഒരു വർഷം ലേറ്റായി. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്നു. അത് 3 വർഷത്തിൽ സീറോ എന്ന് പറഞ്ഞ് സീറോ ആകും. അടുത്തത് പോലണ്ട് വന്ന് 150 ടൺ ഗോൾഡ് നോൺ വാങ്ങുന്നു. ഗോൾഡ് കയറുമെന്ന് ചോദിക്കുന്നു. അതന്നെ സാർ. ഈ ഗ്രീൻലാൻഡ് മാറ്ററിനെ പേടിച്ചാ വാങ്ങിയാൽ പുലി വരുന്നു എന്ന് പറഞ്ഞ സെൻട്രൽ ബാങ്കിലുള്ളവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സാർ, അതായത് പുലി വരുന്നു പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് നമുക്ക് ഓട്ടോമാറ്റിക്കാ പേടിച്ച് ഗോൾഡ് വാങ്ങാൻ തുടങ്ങും അല്ലേ സാർ? സാർ അപ്പോൾ അത് ഗ്രീൻലാൻഡ് മാറ്റർ തന്നെ അല്ലേ? ഗ്രീൻലാൻഡ് ഒന്നും പറയാൻ പറ്റൂല. അത് പേർഷ്യൻ. ഇല്ല. Can be several things. The NATO is my friend. One day NATO is my enemy. Ukraine is my friend. Next day Russia is my friend. ഇപ്പൊ പോലന്റെ മൈൻഡ് സെറ്റ് ഇപ്പൊ ഞാൻ ഗോൾഡ് വാങ്ങുന്ന മൈൻഡ് സെറ്റിലേ ഇല്ല. ഞാൻ എന്തോ വാങ്ങുന്നു നിന്റെ പുണ്യത്തിൽ ഒരു 150 ടൺ വാങ്ങി വെച്ചിരിക്കാം എന്ന് വാങ്ങും അല്ലർ വാങ്ങണമോ ഗോൾഡ് വാങ്ങണമോ അവർ ഗോൾഡ് വാങ്ങി വെക്കും. അപ്പോ അവർക്ക് ഡോളറിന്റെ മേലെ വിശ്വാസമില്ല. ഓക്കെ സാർ, ഫൈൻ. അടുത്തത് ഈ സാർ പറഞ്ഞ 600 ഷെയർസ് വളരെ വെളിമിരിക്കുന്നതെന്ന് പറയുമ്പോൾ സ്മാൾ ക്യാപ്സ് വന്ന് അറൌണ്ട് 7% ഡൗൺ, മൈക്രോ ക്യാപ്സ് അറൌണ്ട് 19% ഡൗൺ. വേറസ് ക്യാപ് നോക്കുവാണെങ്കിൽ മാനേജ് ടു ഗിവ് 5 to 6%. ക്യാപ് വന്നിട്ട് 11% എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പൊതുവായിട്ട് പറയണത് പട്ടാസ് ലിസ്റ്റിനെ പൊറുത്ത മട്ടിൽ നൽകാത്ത് ചെയ്യുന്നത് വളരെ റേറാ തന്നെ സാർ നോക്കാൻ പറ്റുന്നു. സോ 1 2 എന്ന് ഇരിക്കുന്നു സാർ. അതുമേ നമുക്ക് പ്രോഫിറ്റാ തന്നെ ഇരിക്കുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അത് വന്നിട്ട് 100% പ്രോഫിറ്റ് ആ റേഞ്ചിലാണ് ഇരിക്കുന്നു. കൺസിഡറേഷൻ റേഞ്ച് നോക്കുവാണെങ്കിൽ 8 times ഗെയിനിലിരിക്കും. ഞങ്ങൾ ആ ലെവലിൽ എൻ്റർ ആയില്ല സാർ. അങ്ങനെ ഇരിക്കുമ്പോൾ പോർട്ട്ഫോളിയോയിൽ എന്തെങ്കിലും റീസ്ട്രക്ചർ ചെയ്യണോ? നമ്മളെ പൊരുത്ത മട്ടിൽ അടുത്ത് എവിടെയെങ്കിലും ചീപ്പാ വരുവാണെങ്കിൽ വി ക്യാൻ കൺസിഡർ. ഒരുപാട് വർഷമായിരിക്കുമോ സാർ? ലഞ്ച് ടൈം വന്നു, എൻ്റർ ദി മാർക്കറ്റ് വന്നില്ലല്ലോ. ഇങ്ങനെ പറയാൻ പറ്റും. എപ്പോ തന്നെ സാർ അത് വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. ഒരുത്താർ ഭൂമി ആൾവാർ എന്നാണ് പറയുന്നത്. ഇത്തീസി കൂടെ പടപടന്ന് ഇറങ്ങി 1 ലക്ഷം കോടി വന്ന് ഇൻവെസ്റ്റേഴ്സിന് ലാസ് എന്ന് പറഞ്ഞ് ഇടുന്നു സാർ. അതോ ഭയങ്കര വിഷമിക്കുന്നത് പോലെ പറയുന്നു നല്ല ടൈം വളരെ ഹാപ്പിയാ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് സംശയം ഉണ്ടാ, പേടി ഉണ്ടാ, നിങ്ങൾ ടീ കടയിൽ പോയി നോക്കാം. പിന്നെ തിരികെ ഓടിപ്പോയി നിങ്ങൾ ITCനെ കൺസിഡർ ചെയ്യാം. സിഗരറ്റ് പ്രൈസിനെ പൊറുത്ത മട്ടിൽ ആരും എവിടെയും കറക്റ്റായ പ്രൈസിനെ ഇന്ന് ഫിക്സ് ചെയ്യാതെ വെച്ചിരിക്കുന്നു സാർ. ഈ തിരുച്ചി കോയമ്പത്തൂരൊക്കെ പോയിക്കൊണ്ടെന്നല്ലേ സാർ, അവിടെയൊക്കെ നമ്മൾ അണലിച്ച് നോക്കുമ്പോൾ ഒരു സ്ഥലങ്ങളിൽ 15 12 24 30 എന്ന് ഇടത്തിന് തക്കത് അത് വേരി ആവുന്നു സാർ. റെഗുലേറ്റ് ആകാതെ പോയിക്കൊണ്ടിരിക്കുന്നു സാർ സിഗരറ്റ് പ്രൈസസ്. കാരണം കടക്കാർക്ക് മേ ബി ഇരിക്കാം വാങ്ങി വെച്ച എനിക്ക് എന്ത് സാർ ലാഭം അതിൽ? ITC സിഗരറ്റിന് വേണ്ടി വന്നില്ല. ആ സിഗരറ്റിൽ വരുന്ന കാശിന് മറ്റേ ബിസിനസ്സിൽ പോയിട്ട് നല്ല പ്രോഫിറ്റ് എടുത്തുന്നു. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം. ഒരു 20 വർഷം ക്ഷമയോടെ ഇരിക്കാൻ പറ്റും എന്ന ഒരു സിറ്റുവേഷനിൽ അല്ലേ സാർ? ഇത് എൻ്റെ പേഴ്സണൽ ഐഡിയയിലാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് ഇന്ന് ഉപയോഗിക്കുന്ന കാശിന് ഞാൻ ITCയിൽ ഇടുവാണെങ്കിൽ മോൻ്റെ പഠിപ്പും കല്യാണവും നീ നല്ലവണ്ണം ഇങ്ങനെ സംസാരിക്കാതെ ഡിവിഡൻഡിന് തിരികെ ITC എടുത്തോ. രണ്ടാമത് മോനിക്ക് വേണ്ടി ദമ്മടിക്കണ കാശിന് ഈ ദം അടിക്കുന്നില്ല. നീ ദം അടിക്കുന്ന അത്രയും കാശുണ്ടെങ്കിൽ ഈ രണ്ടാമത് മോൻ്റെ പഠിപ്പ് കല്യാണം പിന്നെ എൻ്റെ മോൻ പഠിക്കാൻ നീ കുറച്ച് കാശ് വെച്ചിരിക്കും. അതിൽ വേറെ ഡിവിഡൻഡിനെ റീഇൻവെസ്റ്റ് ചെയ്യാം. എന്ത് ചെയ്യാം? അയ്യോ ഇത് വിളുന്നേ എന്ന് ചോദിച്ചവർക്ക് ഇതൊരു നല്ല ഉത്തരമാണ്.
ജി വയ്ക്കുന്നു സർ IPCയിൽ. അത് ശരിയാ തെറ്റാന്ന് സാർ പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. എവരി 10 റുപ്പീസ് വിൽന് അത്രയും ഞാൻ 10 ഷെയർ കൺസിഡർ ചെയ്യുന്നു. ഇങ്ങനെ വേണമെങ്കിൽ കൺസെപ്റ്റ് ചെയ്യാം. വാരത്തിന് 1, വാരത്തിന് 4 അങ്ങനെ നമുക്ക് കൺസെപ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാറില്ലേ സർ? അതെ. ആൾക്കാരിന് ഈ സംശയം ഇരിക്കുന്നു. വാങ്ങിയ ശേഷവും ഇങ്ങനെ വിളുന്നല്ലേ എന്നൊരു പേടിയിലാണ് ഉണ്ട്. ഇതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ സർ? ഇത് കാരണം തന്നെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങുന്നത് വളരെ കഷ്ടം. യുവർ ലൈഫ് ടൈം അറ്റ്ലീസ്റ്റ് 4 times you will see fall in your portfolio. ഇതിനൊക്കെ പേടിക്കുകയാണെങ്കിൽ ഇതിൽ മാർക്കറ്റിലേ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. സർ വളരെ നന്ദി. നിങ്ങൾ ഗോൾഡിനെ കുറിച്ച് നല്ലൊരു എക്സ്പ്ലനേഷൻ കൊടുത്തായിരുന്നു. അതുപോലല്ലാതെ ITCനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആൻഡ് ഫീമോർ സ്റ്റോക്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഇവിടെ ചോദിക്കാൻ പറ്റിയില്ല. കമ്മിങ് വീക്സ് നമ്മൾ അതിനെ ചോദിക്കാം. ഓക്കെ താങ്ക് യു സർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.